നമസ്തേ. ഏറ്റവും കൂടുതൽ അസ്വസ്ഥമായിട്ടുള്ള മനസ്സാരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം നിയന്ത്രിക്കണം, എല്ലാം കൺട്രോൾ ചെയ്യണം എന്ന് വിശ്വസിച്ച് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടേതാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? എല്ലാം നിയന്ത്രിക്കുന്നതാണോ അതോ സംഭവിക്കുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണോ നമ്മുടെ വിജയകരമായിട്ടുള്ള തീരുമാനം എന്നുള്ളതാണ്. അത് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമാധാനം വരുന്നത് സംഭവിക്കുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ്. പീസ് കംസ് വെൻ യു സ്റ്റോപ്പ് വാണ്ടിങ് കൺട്രോൾ. എല്ലാം നിയന്ത്രിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിവെക്കുന്ന സമയത്ത് നമ്മളിലേക്ക് സമാധാനം കടന്നു വരുന്നു. അപ്പോൾ പ്രപഞ്ചം അതിൻ്റെതായിട്ടുള്ള അലൈൻമെന്റ് നമ്മുടെ ചുറ്റിനും ഒരുക്കാനായിട്ട് നമ്മൾ പ്രപഞ്ചത്തിനെ അനുവദിക്കുകയാണ്. എല്ലാം നിയന്ത്രിക്കണം, എല്ലാത്തിലും നിയന്ത്രണം വേണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രപഞ്ചത്തിന്റെ ആ ഒരു പദ്ധതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയന്ത്രണം തേടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് ഏറ്റവും അസ്വസ്ഥമായിട്ടുള്ള മനസ്സ്. നമ്മളെല്ലാം നിയന്ത്രിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള നിയന്ത്രണം കുറഞ്ഞു വരികയും അതോടൊപ്പം തന്നെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ശരിയായിട്ടുള്ള വഴിക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണത്. ചില വ്യക്തികളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അവർക്ക് എല്ലായിടത്തും അധികാരം വേണം, നിയന്ത്രണം വേണം, കൺട്രോൾ വേണം, ഈഗോ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസാനം വരെ സമാധാനമില്ലാത്തതായിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ യാത്രയാണെങ്കിൽ വിജയം കാണുകയുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺട്രോൾ ഇല്യൂഷൻ അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കണം എന്നുള്ള ആ ഒരു മിഥ്യാധാരണ എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ എന്താണ് പവർഫുൾ ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്? കൺട്രോൾ ഇല്യൂഷൻ വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. കാര്യങ്ങളെ അംഗീകരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് തന്നെ. നമുക്ക് ഏറ്റവും കൂടുതൽ വേദന തുടങ്ങുന്നത് എപ്പോഴാണ്? നമ്മൾ സംഭവങ്ങളെ എതിർക്കുന്ന സമയത്താണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. കാരണം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നമുക്കെതിരെ നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മളതിനെ നിയന്ത്രിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ സംഭവത്തിനെതിരായിട്ട് മാറുകയാണ്. നമ്മുടെ മുഴുവൻ എനർജിയും അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ കർമ്മം എന്താണ് എന്നുള്ളത് നമ്മൾ വിട്ടുപോവുകയാണ്. നമ്മുടെ ട്രാക്ക് നമുക്ക് നഷ്ടമായിട്ട് പോവുകയാണ്. അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ സംഭവത്തിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുകയാണ്. സംഭവം നമുക്കെതിരെ നിൽക്കുന്ന സമയത്തല്ല, നമ്മൾ സംഭവത്തിനെതിരെയും കൂടി നിൽക്കുന്ന സമയത്താണ് സംഘർഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താകട്ടെ ഫ്ലോ ഉണ്ടാവുകയാണ്. ആ സമയത്ത് പ്രപഞ്ചത്തിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഫ്ലോ, പ്രപഞ്ചത്തിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ അലൈൻമെന്റ് തന്നെയാണ്. ആ അലൈൻമെന്റ് പ്രപഞ്ചം കൃത്യമായിട്ട് വിന്യസിക്കുകയും നമുക്ക് സമാധാനത്തിലും സന്തോഷത്തിലും അങ്ങനെയുള്ളൊരു എക്കോസിസ്റ്റത്തിൽ നമ്മളെ തന്നെ നിലനിർത്താനും നമുക്ക് സാധിക്കുകയാണ്. സംഭവിക്കുന്നവനെ അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും പഠിച്ചതായിട്ടുള്ള വ്യക്തി അവൻ തോൽക്കുകയല്ല, അവൻ പരിണമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതൊരു കീഴടങ്ങലല്ല, അത് ആന്തരികമായിട്ടുള്ള ബുദ്ധിയുടെ ഒരു റിസൾട്ട് തന്നെയാണ് സംഭവിക്കുന്നതിനെ അംഗീകരിക്കുക എന്നുള്ളത്. അത് വിജയമായാലും പരാജയമായാലും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അത് സംഭവിച്ചു എന്നുള്ളതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരിച്ചുപോയി, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുകയാണ്. അല്ലാത്ത പക്ഷം എപ്പോഴും ദുഃഖം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിധി എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ഫെയ്റ്റ് എന്ന് പറയുന്ന കാര്യം, അതിനെ നമ്മൾ ശത്രുവാക്കുകയല്ല, അതിനെ നമ്മൾ ഗുരുവാക്കിയിട്ട് മാറ്റുകയാണ് വേണ്ടത്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിയന്ത്രിക്കാത്തതെല്ലാം നമ്മളെ ശിക്ഷിക്കുന്ന ഒരു സംഗതിയല്ല. എല്ലാത്തിലും നമുക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയേണ്ടതായിട്ട് വരും. എല്ലാം നിയന്ത്രിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള ചിന്ത നമ്മളെ അവസാനം ചിലപ്പോൾ ഭ്രാന്തിലേക്കായിരിക്കും എത്തിക്കുക. നമുക്ക് പിടിച്ചു കെട്ടാനായിട്ട് കഴിയാത്ത പല കാര്യങ്ങളും പലപ്പോഴും നമ്മളെ മോചിപ്പിക്കാനായിട്ട് വരുന്നവയാണ്. നമ്മളതിനെ നിയന്ത്രിച്ച് തടഞ്ഞു വെക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. നമ്മൾ വിട്ടുകൊടുക്കുന്ന നിമിഷം നമ്മുടെ ജീവിതം നമ്മളോട് സഹകരിക്കാൻ തുടങ്ങും. പിടിച്ചു വെക്കുന്ന സമയത്ത് ജീവിതം കഠിനമായിട്ട് മാറുകയാണ്. എന്നാൽ നമ്മൾ വിട്ടുകൊടുക്കുന്ന സമയത്ത് അത് ലളിതമായിട്ട് മാറുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിനെ ആസ് ഇറ്റ് ഈസ്, ജീവിതം അതെന്താണോ എന്നുള്ള രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ നമ്മുടെ ഈഗോ പറയുന്ന രീതിയിലല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഈഗോ പറയുന്ന രീതിയിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കാനായിട്ട് പോകുന്ന സമയത്താണ് പല ആളുകളും ആത്മഹത്യ പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളിലേക്കും മനസ്സിന്റെ താളം തെറ്റുന്നതായിട്ടുള്ള അവസ്ഥകളിലേക്കും അഗ്രഷൻ, അത്തരത്തിലുള്ള വളരെ പരാജയപ്പെട്ട അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിയന്ത്രണം വിടുന്നത് നമ്മൾ ദുർബലർ ആയതുകൊണ്ടല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ സ്വതന്ത്രമാവുകയാണ്. തീർച്ചയായിട്ടും എല്ലാം നമുക്ക് നിയന്ത്രിക്കാനുള്ളതല്ല. നമ്മൾക്ക് എന്താണോ കൺട്രോൾ ഉള്ളത് അതിനെ മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ്.
നമ്മുടെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മം അത് നമുക്ക് നിയന്ത്രണമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിനെ മീനിങ് ഫുള്ളായിട്ട് സ്പിരിച്വൽ ഗ്രോത്തിലൂടെയും നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ. മറ്റുള്ളവരെ നിയന്ത്രിക്കുകയല്ല വേണ്ടത്, സ്വയം നമ്മുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ എവറിത്തിങ് ഈസ് നോട്ട് അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞുകൊണ്ടും തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.